ഹായ് ഫ്രണ്ട്സ്, മഴത്തൂര് മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അവധക്കുട്ടിച്ചായ നമ്മുടെ സ്റ്റാൻലിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്, നീ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്തവരെ പണിക്ക് നടക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരുമോ, ഞാൻ അവളെ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയോട് ഷൗട്ട് ചെയ്യുക അവധക്കുട്ടിച്ചായ. എന്നിട്ട് അവധക്കുട്ടിച്ചായം വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ പിന്നീട് അലീനയുടെ റൂമിൽ വരും. അലീനയുടെ റൂമിൽ വന്നിട്ട് ചോദിക്കും, എന്തെടുക്കുമായിരുന്നു, ബോറടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അലീന പറയും, അല്ല, ഞാൻ പാട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊണ്ട് കൊടുക്കും. എന്നാലും ചോദിക്കും, ഇതാണ് ഇവിടെ വരുത്തുന്നത്. എന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ? അറിയാം, പക്ഷേ മനസ്സിലാവില്ല. അതെന്താ +2 വരെ പഠിച്ചില്ലേ? പക്ഷേ ഞാൻ മലയാളം മീഡിയം ആയിരുന്നല്ലോ. കുഴപ്പമില്ല, ഇത് കുറച്ച് ദിവസം വായിച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലി പറയും, മേനോൻ ഇവിടെ വന്നപ്പോൾ നീ മെനി ടൈംസ് അച്ഛാന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന കേട്ട്, ഒരിക്കൽ പോലും നീ എന്നെ പപ്പ എന്ന് വിളിച്ചില്ലല്ലോ. തേനിൽ ചാലിച്ച സ്നേഹത്തോടെയാണ് അച്ഛൻ എന്നെ മോളേന്ന് വിളിക്കുന്നത്. എന്നെ ഒരിക്കൽ പോലും മോളേന്ന് വിളിച്ചിട്ടില്ല. ഓ, ഐ സി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുക്കാനുണ്ടല്ലേ? തന്നെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ നേരെ കൈ നീട്ടും. അപ്പോൾ അലീന ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കും. എന്നിട്ട് പിന്നെ ചോദിക്കും, ഏതൊക്കെ ഫുഡ് കഴിക്കും? നോൺ വെജ് എല്ലാം കഴിക്കത്തില്ലേ? കഴിക്കും. എന്താ വേണമെങ്കിലും നമ്മുടെ പൗലോസിനോട് പറഞ്ഞാൽ മതി, പൗലോസ് നല്ലൊരു കുക്കാണ്, ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. നാളെ നമുക്ക് എൻ്റെ എസ്റ്റേറ്റ് കാണാൻ പോകാം. ആയിക്കോട്ടെ എന്ന് അലീന പറയും. കടപ്പട്ടൂരാണെങ്കിൽ വൈജയന്തിമാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അത് കണ്ടിട്ട് കൃഷ്ണമോൾ വന്ന് ബബിതയോട് ചോദിക്കും, എന്താ പറ്റി അമ്മ എങ്ങനെ നടക്കുന്നത്? നിരന്തരം അച്ഛനോട് വഴക്കിടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് മേപ്പോട്ട് നോക്കുന്നുണ്ട്, അച്ഛൻ വരുന്നത് നോക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അപ്പോൾ കൃഷ്ണമോൾ പോയി വൈജയുടെ ഇരിക്കും നിൽക്കും. അപ്പോൾ വൈജ ചോദിക്കും, എന്താ നോക്കുന്നത്? നിരന്തരം അമ്മയല്ലേ എന്നെ നോക്കിയത്, അമ്മയുടെ 2 കാലും പൊള്ളിയോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കുറേ സമയം കൂടി ഇരിക്കപ്പുറത്തി ഇല്ലാതെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അച്ഛനോടുള്ള വഴക്കിന് തയ്യാറെടുപ്പാന്നോ? നിൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. നമുക്ക് സ്വർണ്ണം പൂശിക്കൊടുത്തതിനെക്കുറിച്ച് എനിക്കറിയണം. അപ്പോൾ ശരി, ആർക്ക്? അലീനയ്ക്ക്. എന്തിന് 16 ലക്ഷം രൂപയുടെ സാധനങ്ങൾ, 16 ലക്ഷം രൂപയുടെ സ്വർണവും ഡ്രസ്സും കൊടുത്തെന്ന് എനിക്കറിയണം. അവളിവിടെ വന്നതിന് ശേഷം മൊത്തം 20 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, ക്യാഷായിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ അതെനിക്കറിയണം. കൃഷ്ണമോൾ പറയും, എന്താ അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ്റെ കയ്യകലത്തിൽ നിന്നൊന്ന് സംസാരിക്കണേ, അല്ലെങ്കിലേ സ്വന്തം ശരീരം കേടാവും കേട്ടോ എന്ന് പറയും. ബാലേന്ദ്രൻ ഇറങ്ങി വന്നിട്ട് പോകാൻ തുടങ്ങുമ്പം പറയും, ബാലേന്ദ്രൻ നിന്ന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് വൈജ പറയും. എന്താ? എന്തിനാണ് നിങ്ങൾ 14 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവൾക്ക് കൊടുത്തത്? എന്തിനാണ് 12.5 പവൻ്റെ സ്വർണം ജ്വല്ലറിയിൽ നിന്ന് എടുത്ത് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അന്നേരം പറയും, അവൾ ഈ വീട്ടിൽ ചെയ്ത നല്ലതിന് വേണ്ടി അവൾക്കെല്ലാം ഞാൻ കൊടുത്തത്. അന്നേരം പറയും, ഇതിനു മുമ്പ് വരുന്ന സർവൻസിന് ആർക്കും ഇതുപോലെ ഒന്നും ചിലവാക്കിയിട്ടില്ലല്ലോ, 100 രൂപ കൂടുതൽ കൊടുത്തിട്ടില്ല. ഇവൾക്ക് മാത്രം എന്താ കൊടുക്കാൻ പ്രത്യേകത? ഇതിനു മുമ്പുള്ളവർക്കെല്ലാം കൊടുത്തത് നീയാ, ഇവിടെ അലീനയ്ക്ക് കൊടുത്തത് ഞാനാ. അതാ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇത്രയേ കൊടുത്തുള്ളൂ. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറക്കാതെ നീ ബാക്കിയിടാൻ കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ബാലേട്ടൻ അങ്ങ് പോകും. കൃഷ്ണ പറയും, കിട്ടേണ്ടത് കിട്ടിയല്ലോ. അപ്പോൾ കൃഷ്ണയോട് ദേഷ്യപ്പെടും. കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവധക്കുട്ടിച്ചായം വരിക സ്റ്റാൻലിയുടെ വീട്ടിൽ. വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവർ ബൈജുവും ആൻ്റപ്പച്ചേട്ടനും തുടങ്ങി. ആൻ്റപ്പനോടും ബൈജുവിനോടും ചോദിക്കും, എടാ ഇവിടെ അകത്തോട്ട് കയറാവോ? ഇവിടെ ഉള്ള പട്ടികളെ ആയിട്ടൊക്കെ എനിക്ക് നല്ല ഇണക്കമായിരുന്നു. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു പെങ്കൊച്ചാണ് വന്നേക്കുന്നതെന്ന് പറയും. അത് കടിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഇവിടെ നിന്ന് പറപ്പിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോവും. അകത്തോട്ട് ചെല്ലുമ്പോഴാണ് ഈ സ്റ്റാൻലി ആണെങ്കിൽ എല്ലാം മദ്യമൊക്കെ ഒഴിച്ചിങ്ങനെ വെച്ചേക്കുക, അപ്പച്ചനെ കാത്ത് ഇരിക്കുക. അത് വന്ന് കയറുമ്പോഴേ പറയും, അപ്പച്ചനിത് കഴിക്കുക, ഇതെൻ്റെ ഫ്രണ്ട് ഫിലാഡൽഫിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നല്ല സാധനമാണ്. അപ്പോൾ അവധക്കുട്ടിച്ചായം പറയും, എനിക്കിതൊന്നും വേണ്ട. പിന്നീട് അവധക്കുട്ടിച്ചായം പറയും, എടാ നീ എന്തിനാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നത്? അല്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങ് വിട്ടാരെ പുനലൂർ, ഞാൻ ചിന്നമ്മയുടെ ആരെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം, എന്നിട്ട് പിന്നീട് പറഞ്ഞയക്കാം. അങ്ങനെ പറഞ്ഞു വിടാനാണെങ്കിൽ എനിക്ക് വിളിച്ചുകൊണ്ട് വരണ്ടായിരുന്നല്ലോ അപ്പച്ച. അന്നേരം അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ല, അവൾ ഒരു പ്രത്യേക തരവാണ്. ഏത് തരവായാലും ഞാൻ പറഞ്ഞു വിട്ടോളാടാ. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ കേടാ. പുനലൂരാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടാം. 13 വയസ്സ് കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി കല്യാണപ്രായമായില്ലേ, അപ്പോൾ നമുക്ക് കല്യാണം കഴിപ്പിച്ച് വിടാവിടാ എന്നൊക്കെ പറയും. അതൊന്നും നടക്കത്തില്ല, എന്നാൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയും. അന്നേരം പറയാം, അങ്ങനെയൊന്നും അവൾ വരത്തില്ല, അതൊരു പ്രത്യേക മദ്യവും സിഗരറ്റ് വലിയും ഉള്ളിടത്ത് അവൾ പ്രവേശിക്കില്ല എന്ന് പറയും. പിന്നീട് ഇറങ്ങി വരുമ്പോൾ അവധക്കുട്ടിച്ചായനെ അലീനെ കാണിച്ചു കൊടുക്കുന്നിട്ട് പറയും, ഇതാണ് അപ്പച്ചന് ശല്യമായത് എന്ന് പറയുമ്പോൾ അവധക്കുട്ടിച്ചായൻ കാണുമ്പോൾ അവധക്കുട്ടിച്ചായൻ്റെ ഭാര്യ ചിന്നമ്മയെ ഓർക്കും. എന്നിട്ട് പറയും, ചിന്നമ്മ എങ്ങോട്ട് പോകുന്നു അതുപോലെ തന്നെയാണ് മോളെന്ന് പറയും.
അങ്ങനെ ഓടിക്കാൻ വന്ന അലീനയെ ഇഷ്ടത്തോടെ കൂട്ടുകയാണ് നമ്മുടെ അവതക്കുട്ടിച്ചായൻ. വരും എപ്പിസോഡുകളിൽ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.